ഡിഫറെൻറ്റ് മോഡലായ കുറച്ച് ഇമ്പോർട്ടഡ് തേക്ക് വുഡ് വരുന്ന നമുക്ക് സിംഗിൾ ചെയർ ഒന്ന് പരിചയപ്പെടാം. ഇത് അത്യാവശ്യം ഫുൾ എല്ലാ മോഡലും നല്ല സെയിലായി പോണ മോഡലാണ്. ഒക്കെ ഒന്നൊക്കൊന്ന് മെച്ചാണ്. ഓരോരുത്തർക്കും ഓരോ മോഡലേക്കാരും ഇഷ്ടം. എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് ഈ മോഡൽ. പക്ക സിമ്പിൾ മോഡലാണ്, ഓവർ വർക്കില്ലാതെ. പിന്നെ ഓരോരുത്തർക്കും ഓരോ മോഡലാണ് ഇഷ്ടം. ചിലർക്ക് കെയിം വർക്ക് ചെയ്യിക്കാരം, ചിലർക്ക് ഈ ഒരു അത്യാവശ്യം വർക്കുള്ള മോഡലേക്കാരം. ഓരോരുത്തർക്കും ഓരോ മോഡലാണ്. ഈ സിംഗിൾ ചെയറൊക്കെ നല്ല ഇരിക്കാൻ നല്ല കംഫോർട്ട് ഉണ്ട് കേട്ടോ. നല്ല കംഫോർട്ട് പറഞ്ഞാൽ നല്ല കംഫോർട്ട് ഉണ്ട്. ഈ സപ്പോർട്ടൊക്കെ പിന്നെ ഇവിടുന്ന് ചെറിയൊരു ചെരുവാണ് വരുന്നത്. ഇതൊക്കെ നല്ല കംഫോർട്ട് ഉണ്ട്. ഇതൊക്കെ ഓരോന്നിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതൊരു മോഡൽ സിംഗിൾ ചെയറാണ് വരുന്നത്. ഇത് അത്യാവശ്യം ഒരു വർക്ക് വരുന്ന ഒരു മോഡലാണ്. പണ്ടത്തെ കാലത്തൊക്കെ ഈ മോഡൽ ചെയറാണ് ഉണ്ടായാൽ. ഇത് ഓൾഡ് ഈസ് ഗോൾഡ് ആണ്. ഇപ്പോഴും സാധനം നല്ല സെയിലായി പോകുന്നുണ്ട്. തമിഴ്നാട്ട് ഭാഗത്തേക്കൊക്കെ അത്യാവശ്യം സെയിലായി പോകുന്ന ഒരു മോഡലാണ്. സംഭവം ഒരു അത്യാവശ്യം ഒരു വർക്കൊക്കെ ഉള്ള വീട്ടിലേക്കൊക്കെ ഒരു അത്യാവശ്യം ആഡംബരമായിട്ടുള്ള വീട്ടിലേക്കൊക്കെ പറ്റിയൊരു മോഡലാണ് ഈ മോഡലും ആ മോഡലും. ഇത് പിന്നെ ഹാൻഡിൽ ഇവിടെ ചെരുവ്, ഇവിടെ ഗ്ലൂ കൊടുത്തായിട്ട് കുറച്ച് റീപ്പർ വർക്ക്, പിന്നെ റൗണ്ടാണ് ബാക്ക് ഭാഗം വരുന്നത്. പിന്നെ ഫ്രണ്ടേജും ആ ഒരു രീതിയിലാണ് വർക്ക് കൊടുത്ത്. ഒരു ക്ലാസിക് ഒരു ആൻറ്റിക് മോഡൽ അറിയും ആ ഒരു രീതിയിലാണ് ഈ സിംഗിൾ ചെയർ വരുന്നത്. കാണാൻ നല്ല ലുക്ക് ഉണ്ട്. പിന്നെ ഏത് ഭാഗത്ത് നോക്കിയാൽ നല്ല ലുക്കാണ് വരുന്നത്. സൈഡിൽ നിന്നൊക്കെ നോക്കിയാൽ പിന്നെ ബാക്കിലൊക്കെ ചെറിയ ബെൻഡായിട്ടാണ് വരുന്നത്. പിന്നെ ഈ ഇതും ഇവിടെ ചെറിയൊരു മൗട്ടി കൊടുത്തായിട്ട് ഇവിടെ ഗ്രൂ ഒക്കെ കൊടുത്ത് പിന്നെ ഇവിടെ ഇത് അവർ ഇരിക്കാനും നല്ല കംഫോർട്ട് തന്നെയാണ് വരുന്നത്. അത്യാവശ്യം സൈസുള്ള നല്ല സ്ട്രോങ് സാധനമാണ്. ഇത് വേറൊരു സിംഗിൾ ചെയർ ആണ്. നമ്മൾ അതിൻ്റെ ഇടയിൽ നിന്ന് മൊത്തത്തിൽ ആ കൂട്ടത്തിൽ നിന്ന് എടുക്കുമ്പോൾ വീഡിയോക്ക് ഒരു ഇത് കിട്ടില്ല. മൊത്തത്തിൽ ഓരോന്ന് സെപ്പറേറ്റ് ആക്കി വീഡിയോ കാട്ടി തരാം. അപ്പോൾ അതിൻ്റെ ലുക്ക് കിട്ടണുള്ളൂ. ഇതിപ്പോൾ അത്യാവശ്യം ലുക്ക് ഉണ്ടാവും ഈ വീഡിയോയിൽ കാണാൻ. ഇത് പിന്നെ ഒരു അത്യാവശ്യം വർക്കുള്ള ഒരു മോഡലാണ്. അത്യാവശ്യം കനത്തിൽ വരുന്ന ടോപ്പൊക്കെ അത്യാവശ്യം കനത്തിൽ റൗണ്ടാക്കി കൊടുത്താണ്. പിന്നെ ഈ സീറ്റിൻ്റെ ഇരിപ്പൊക്കെ ജോയിൻ്റ് ആക്കിയായിട്ട് വെക്കാതാണ്. പിന്നെ ലെഗും ഈ ഇതൊക്കെ മൗട്ടിയായിട്ട് വരുന്നൊരു മോഡലാണ് വരുന്നത്. പിന്നെ ഇവിടെയൊക്കെ ചെറിയൊരു ബെൻഡായിട്ട് വരുന്ന റീപ്പർ വർക്കുമായിട്ടാണ് കൊടുത്ത്. പിന്നെ ഇതൊക്കെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ലുക്ക് വരുന്നുണ്ട്. ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോഴൊക്കെ പിന്നെ ഇത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ വരുന്നത്. ഈ കാലും ഈ ഇതും ഇതൊക്കെ ഏത് ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ സംഭവം നല്ല ലുക്ക് ഉണ്ടത്. പിന്നെ ഇത് രണ്ടെണ്ണം ഒരുമിച്ച് വീഡിയോ എടുക്കാനുള്ള കാണണം. പിക്ക് ഒറ്റയടിക്ക് കാണുമ്പോൾ ഒരേ മോഡലായി തോന്നും. ഇത് രണ്ട് മോഡലാണ്, രണ്ട് ഡിഫറെൻ്റ് ആയിട്ട് മോഡലാണ് വരുന്നത്. ഇതിൻ്റെ ലെഗ് ചാര് മൊത്തത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. നമുക്ക് ഒറ്റയടിക്ക് ഫോട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഇത് രണ്ടും ഒരേ മോഡലാണെന്ന് തോന്നും. രണ്ട് മോഡലാണ് വരുന്നത്. ഇതിൻ്റെ മെയിൻ വ്യത്യാസം വരുന്നത് പറഞ്ഞാൽ ഈ ഹാൻഡിലിൻ്റെതാണ്. ഇത് വേറൊരു രീതിയിലാണ്. ആ ഒരു വ്യത്യാസമാണ് വരുന്നത്. കണ്ടില്ലേ, ഈ ഹാൻഡിൽ തന്നെ ആ ഒരു വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ അത് മൊത്തത്തിൽ ഒരേ ഇതിൽ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് ആർച്ച് ബെൻഡാക്കിയായിട്ടാണ് വരുന്നത്. ഇത് ഇവിടുന്നായിട്ട് വണ്ണം കുറഞ്ഞ് ഇങ്ങനെ സിമ്പിളായിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ചാരും രണ്ട് ഇതിൻ്റെ വീതി വ്യത്യാസം രണ്ടായിട്ട് ആർച്ചാണ് വരുന്നത്. ഇത് പിന്നെ ഒരു അത്യാവശ്യം ഒരു ഷേപ്പ് ഹൈറ്റ് കൂടിയാണ്. ഇതൊരു 3 ഇഞ്ച് 2.5 ഇഞ്ചൊക്കെ വരുന്നുള്ളൂ. ഇത് ഏകദേശം ഒരു 4.5 ഇഞ്ചോളം വരുന്നുണ്ട്. ആ ഒരു വ്യത്യാസമൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ തന്നെയാണ് രണ്ട് വ്യത്യാസമാണെന്ന് തോന്നാൻ കഴിയുക. ഈ ഒരു സൈഡ് തന്നെയാണ്. പിന്നെ ഫ്രണ്ട് നോക്കുമ്പോഴും വ്യത്യാസം ഈ ബെൻഡാണ്. ഈ ഒരു ബെൻഡില്ലേ, ആ ഒരു വ്യത്യാസം മാത്രമാണ്. ഇത് രണ്ടും പിക്ക് ഒറ്റയടിക്ക് കാണുമ്പോൾ ഇതും ആട്ടും മാറിപ്പോകും. ആ ഒരു ലെവലിൽ വരുന്ന സിംഗിൾ സീറ്റുകളാണ്. ഇത് രണ്ടും നല്ല സെയിലായി പോകണതാണ്. ഇപ്പം ഇവിടെ നമ്മൾ കാണിക്കണ എല്ലാ മോഡലും അത്യാവശ്യം സെയിലായി പോണ സിംഗിൾ സീറ്റാണ് വരുന്നത്. ഇതൊരു സിംഗിൾ സീറ്റാണ് വരുന്നത്. ഇത് കെയിം വർക്കിലാണ് വരുന്നത്. ഈ കെയിം വർക്ക് തന്നെയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷന്. പിന്നെ ഇതിൻ്റെ ഹാൻഡിലും ലെഗും ഇതൊക്കെ ഓരോ ഡിഫറെൻറ്റ് മോഡലാണ്. ഒക്കെ കടഞ്ഞു കൊടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായ ലുക്ക് വരുന്നുണ്ട്. ഇരിക്കാൻ നല്ല കംഫോർട്ടാണ് വരുന്നത്. ഹാൻഡിലൊക്കെ നമ്മൾ കറക്റ്റ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട്. പിന്നെ ബാക്ക് സപ്പോർട്ടും നല്ല വരുന്നുണ്ട്. കാരണം ഈ ബെൻഡ് ചെറിയൊരു സ്ലോപ്പിലാണ് ഈ കെയിം കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇരിക്കാൻ ഭയങ്കര കംഫോർട്ടുണ്ട്. പിന്നെ ഈ ഇവിടെയും ചെറിയ ബെൻഡ് ഉണ്ട് ഈ സീറ്റ് റീപ്പർ. ഇത് വേറൊരു മോഡൽ കെയിം വർക്കാണ് വരുന്നത്. ഫ്രണ്ട് മുതൽ ബാക്ക് മൊത്തത്തിൽ റൗണ്ടായിട്ട് കെയിം വർക്ക് വരുന്നതാണ്. പിന്നെ അത് ഈ ഒരു രൂപമാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ലുക്ക് വരുന്നുണ്ട്. ഈ ഒരു കടഞ്ഞെടുത്ത 4 കാൽമേലായിട്ട് വരുന്ന ആ ഒരു രീതിയിലും. പിന്നെ ഇതിൻ്റെ സീറ്റ് റീപ്പർ പറഞ്ഞാൽ ചെരിവല്ല വരുന്നത്. ഇവിടെ ചെറിയൊരു സെൻറ്റർ ഭാഗത്തായിട്ട് ചെറിയൊരു പൊന്തിച്ചയും ഇവിടെ ചെറിയൊരു താഴ്ചയാണ്. നമ്മളെ കാല് വരുന്നിടത്ത് താഴ്ചയും വരുന്നുണ്ട്, ഇവിടെ പൊന്തിച്ച്. അതുകൊണ്ട് തന്നെ ഇരിക്കാൻ നല്ല കംഫോർട്ട് തന്നെയാണ്. ഇത് മൊത്തത്തിൽ ഓരോന്നും ഒക്കെ കംഫോർട്ടുള്ള സിംഗിൾ ചെയർ തന്നെയാണ് വരുന്നത്. ഒക്കെ എല്ലാം പണിയിൽ പക്ക ഫിനിഷിങ്ങും വർക്കും തന്നെയാണ്. ഒന്നൊക്കെ കാണാനൊക്കെ ഓരോ ഇതാണ്. ഓരോരുത്തർക്കും ഓരോ ലുക്ക് ആയിക്കാരം പേഴ്സണലായിട്ട് ഇഷ്ടപ്പെടുക.
ആർക്കും ഇത് ഏത് മോഡലും ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയില്ല. ആ ഒരു രൂപത്തിൽ വരുന്ന മോഡലാണ്. ഇതൊക്കെ ബാക്കിൽ നിന്ന് സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല ലുക്ക് വരുന്നുണ്ടാവും. ഇതൊരു സിംഗിൾ സീറ്റാണ് വരുന്നത്. ഇത് സീറ്റ് റീപ്പറൊക്കെ ആയിട്ട് ചെറിയ ബെൻഡ്, പിന്നെ കറക്റ്റ് ഭാഗത്തുള്ള ഹാൻഡ് റെസ്റ്റും, പിന്നെ ചാര് ഒരു ഐബാക്കായിട്ട് വരുന്നതാണ്. ഈ ചാരാണ് ഇത് നല്ല ഇരിക്കാൻ നല്ല കംഫർട്ട് ഉണ്ട്. കാരണം ഇവിടുന്ന് ചെറിയ ബെൻഡായിട്ട് സ്ലോപ്പിലാണ് വരുന്നത്. പിന്നെ കാണാനും നല്ല ലുക്ക് തന്നെയാണ് കേട്ടോ. അത് ഇരിക്കാനും കാണാനൊക്കെ ഒരു ലുക്കുള്ള മോഡൽ തന്നെയാണ്. ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും പക്ക ലുക്കാണ്. പിന്നെ നമ്മളവിടെ വർക്ക് നടന്നുകൊണ്ട് നിൽക്കണുള്ളൂ. നമുക്കിത് ഫിനിഷിങ് കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ ഇതിനായിട്ട് ഒന്നുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. ഈ ടൈലും ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് പെയിൻറ്റിങ് ഇങ്ങനെ ഫിനിഷിങ് കഴിഞ്ഞുകൊണ്ട് നിൽക്കണുള്ളൂ. നമുക്ക് ഇൻഷാല്ലാ പെട്ടെന്ന് ഇതിൻ്റെ ഫിനിഷിങ് കഴിഞ്ഞിട്ട് നമുക്ക് അടിപൊളി വീഡിയോക്ക് ലേറ്റസ്റ്റ് ആയ അപ്ഡേറ്റ് ആയ വീഡിയോ ഇനി കൊടുക്കണം. നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണപ്പാറ കൊണ്ടോട്ട് റോഡിൽ പൊന്നാട് പറഞ്ഞ സ്ഥലത്താണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ വാട്സപ്പ് നമ്പർ ഈ വീഡിയോക്ക് അകത്ത് ഉൾപ്പെടുത്തിന് അതിൽ വാട്സപ്പ് കോൺടാക്ട് ചെയ്യുക. നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം.